ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. യൂറേഷ്യൻ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്പിന്റെ ഒരു പോസ്റ്റ് വാർ പ്ലാൻ ആണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, യുക്രൈനിൽ യുദ്ധം റഷ്യ തുടങ്ങി വെച്ചത് തന്നെ ഈ യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് കളികളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡിസക്ട് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു വലിയ കളിയാണ്. കാരണം റഷ്യയിൽ നിന്നൊരു പൈപ്പ് ലൈൻ ജർമ്മനിയിലേക്ക് പോകുന്നു, അത് അവിടെ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഡോളറിന്റെ വില ഇടിയും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിരന്തരം ഈ വാർ നിർത്തണം എന്നുള്ള ഈ ചർച്ചകളൊക്കെ വരുമ്പോഴും ഈ അമേരിക്ക നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിർത്താം, കുഴപ്പമില്ല, ഈ സ്ഥലങ്ങളൊക്കെ യുക്രൈന്റെ പിടിച്ചെടുത്തത് നിങ്ങൾ തന്നെ വച്ചോളൂ, അതിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ റഷ്യ ചോദിക്കും, അപ്പം യുക്രൈൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞങ്ങൾ യുക്രൈന് സംരക്ഷണം കൊടുക്കും. അപ്പോൾ റഷ്യക്ക് അതാണ് ഏറ്റവും പ്രശ്നം. റഷ്യ പറയും അത് പറ്റില്ല, അങ്ങനെ യുക്രൈന് നിങ്ങൾ സംരക്ഷണം കൊടുക്കണ്ട, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും നാൾ യുദ്ധം ചെയ്തത്? നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഇപ്പൊ യുക്രൈന് നിങ്ങൾ വീണ്ടും സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ ട്രംപ് യൂറോപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു പറഞ്ഞു. അപ്പോ റഷ്യ വീണ്ടും പറഞ്ഞു അതും പറ്റില്ല, യുക്രൈൻ അവിടെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് നിന്നോട്ടെ, അതിന് ആരുടെയും സംരക്ഷണത്തിന്റെ ഒരു ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഞങ്ങൾ യുദ്ധം നിർത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇവർക്ക് സ്വീകാര്യമല്ല. ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ യൂറോപ്പിന്റെ ഈ പോസ്റ്റ് വാർ പ്ലാൻ, യുദ്ധാനന്തര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ US-ഉം പിന്നെ ഈ നമ്മുടെ മാക്രോണും ഫ്രാൻസും ഈ റഷ്യക്കെതിരെ നിരന്തരം നാറ്റോ രാജ്യങ്ങളുടെ പക്കൽ നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇവരാണ് നാളെ റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ റഷ്യ തകർക്കണമെന്നുള്ള ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് കൂടുതൽ ആയുധങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നത്. ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു, ഗവേഷണങ്ങളും നടത്തുന്നു. അപ്പോൾ റഷ്യയുടെ ഒരു പവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ റഷ്യക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കില്ല എന്നവർക്ക് തന്നെ തോന്നി. കഴിഞ്ഞ ദിവസം അത് ജർമ്മന്റെ ചാൻസലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും നടക്കില്ല, ഞങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്നയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രൂത്ത് ബോംബ് എന്നാണ് അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അയാൾ സത്യം പറഞ്ഞു, പക്ഷെ അതൊരു ബോംബായിരുന്നു, സത്യത്തിന്റെ ഒരു ബോംബായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ബ്രിട്ടീഷ് സൈനികരും ഈ ഫ്രഞ്ച് സൈനികരും, ആകപ്പാടെ 10,000 സൈനികർ, ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യത്തിലുള്ള 10,000 സൈനികര് യുക്രൈന് സംരക്ഷണ കവചമൊരുക്കാൻ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വലിയ രീതിയിൽ ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്, റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പുടിന്റെ ആ ഒരു മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇവര് പറയുന്നത് ഞങ്ങളൊരു സുരക്ഷാ ഗ്യാരണ്ടി പാക്കേജിന്റെ പേരിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ റഷ്യ പറഞ്ഞു നടക്കില്ല, ഈ കേസ് നടക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ അടിച്ചടിച്ച് ക്യാബിനറ്റ് വരെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നടക്കില്ല, എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറും, ഈ യുദ്ധത്തിന്റെ ആംഗിൾ മാറും എന്നാണ് ഇവർ പറയുന്നത്. ഇത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്, നിങ്ങളുടെ ഈ വിന്യാസം അനിവാര്യമായും നാറ്റോ വിന്യാസമായിട്ട് ഞങ്ങൾ കണക്കാക്കും. പോരാത്തതിന് ഈ നാറ്റോ വിന്യാസമായിട്ട് അവർ കണക്കാക്കുമ്പോൾ ഈ നാറ്റോയ്ക്ക് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നാറ്റോ ചാർട്ടറിന്റെ ഈ 2 ആൾക്കാരുടെ സൈന്യവും അവിടെ എത്തിയാൽ മതി. ഈ 2 ആൾക്കാരുടെ സൈന്യത്തിന്, അതായത് ഈ UK-യുടെയും ഫ്രഞ്ചിന്റെയും ഈ 10,000 സൈനികർക്ക് ഈ നാറ്റോയുടെ സഖ്യരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കണം. അതാണ് ഇവരുടെ നിയമം. 10,000 സൈനികർ അവിടെ എത്തിയാൽ മതി, സമ്പൂർണ്ണമായിട്ടുള്ള നാറ്റോ സൈന്യം അവിടെ എത്തിയതുപോലെയാണ്. നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ അഭിലാഷം സാക്ഷാത്കരിച്ചതുപോലെയാകും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ദയവായി വരരുത്, വന്നു കഴിഞ്ഞാൽ ഇത് വേറെ തലത്തിൽ പോകും എന്നും റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്ത് സംഭവിക്കും ബിൽചേട്ടാ? യുദ്ധം കൊടുമ്പിരി കൊള്ളുമോ? അല്ല, ഇതിനകത്ത് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ തുടക്കം മുതലേ തന്നെ ഉക്രൈന് പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് അവർ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയക്കുന്നുണ്ട്. ഉക്രൈൻ വീണാൽ അടുത്തത് റഷ്യ ലക്ഷ്യം വെക്കുന്നത് ഈ ഫ്രാൻസും UK ഒക്കെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഭയക്കേണ്ട കാര്യമില്ല, വളരെ ദൂരത്തിലാണ്, അവർക്ക് അത്ര ഭയക്കേണ്ട കാര്യമില്ല. ഇവർ ആണ് ഭയക്കേണ്ട രാജ്യങ്ങളും ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് താനും. അപ്പൊ അതുകൊണ്ടാണ് ഇത് റഷ്യയെ തോൽപ്പിക്കുക എന്നുള്ളത് മറ്റാരേക്കാളും, ഉക്രൈനേക്കാളും വലിയ ആവശ്യം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കാലവും പിന്തുണ നൽകിയിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചത് നിന്നില്ലെങ്കിലും ഇല്ല, ഒരു യുദ്ധം വലിയ രീതിയിൽ വരികയാണെങ്കിൽ അവരുടെ രാജ്യത്തെ അത് വലുതായിട്ട് എഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇവരെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഈ സെലൻസ്കിക്ക് ഒരു പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. കാരണം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വന്നാൽ സെലൻസ്കി ഒരുപക്ഷെ യുദ്ധം നിർത്താൻ തയ്യാറായേക്കുമെന്ന് ഒരുപക്ഷെ ഇവർ കരുതുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ റഷ്യ ഒരു വലിയ ആക്രമണം നടത്തുന്നത്. ഈ യൂറോപ്യൻ യൂണിയന്റെ കീഴിലുള്ള ഓഫീസൊക്കെ അവർ അടിച്ചു തകർത്തു. എന്തിനായെന്ന് അറിയാമോ? അന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഈ നേതൃത്വം, കുറെ നേതാക്കന്മാർ ഉക്രൈനിലെത്തിയിരുന്നു. ഉക്രൈനുമായി സംസാരിക്കാനും ഈ യുദ്ധത്തിൽ തകർന്ന മേഖലയൊക്കെ പരിശോധിക്കാനൊക്കെ. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞ ഈ വാർത്ത.
അതായത് അത് അവർ പരിശോധിച്ചിട്ട് പോകുന്നു. അപ്പം നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതിന് ശേഷം അതൊക്കെ പുനർനിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. റഷ്യ ഉം. പറഞ്ഞിരിക്കുന്നത് ഒരാളെങ്കിലും പാശ്ചാത്യ ശക്തികളിൽ പെടുന്ന ഒരാളെങ്കിലും ഒരു സൈനികനെങ്കിലും ഉക്രൈനിൽ കടന്നാൽ തങ്ങളുടെ സ്വഭാവം മാറും, താങ്കൾ വലിയ രീതിയിലുള്ള ആക്രമണമായിരിക്കും ഇനി നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു അതെ. കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ 10,000 പേര് എത്തുന്നത്. ഈ നാറ്റോയുടെ നിയമം അനുസരിച്ച് അവരുടെ നാറ്റോ സഖ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം പോയി ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എത്തേണ്ടതാണ്. അപ്പോൾ ഉം. സ്വാഭാവികമായിട്ടും ഈ സൈന്യം എത്തിക്കഴിഞ്ഞാൽ പുട്ടിന്റെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിന് നേരെ നടത്തും. അതിപ്പോൾ UK ഫ്രാൻസും ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പുട്ടിന്. തൊട്ടടുത്ത് കിടക്കുന്ന പോളണ്ട് ആകാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉം. രാജ്യമാകാം, എവിടെങ്കിലും പുള്ളി കയറി അടിക്കും. കാരണം ഇവരെ യെസ്. യൂറോപ്യൻസ് കംപ്ലീറ്റ് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടും. ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ഒരു മാനസികമായിട്ട് അവർക്കൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ. കാരണം ഈ റഷ്യ ജയിച്ചു നിൽക്കുന്നു. കാരണം അവർ കളിയാക്കിക്കൊണ്ട് പറയുന്ന റഷ്യ US 1-0 എന്നാണ് കാണിക്കുന്നത്. റഷ്യയാണ് ഉം. ലീഡ് ചെയ്യുന്നത്, റഷ്യ ജയിച്ചിരിക്കുന്നു എന്നാണ് അവർക്ക് പൊതുവെയുള്ള ധാരണ. ഇവിടെ നാറ്റോയിലെ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെടുന്നതായിട്ടാണ് അവർ യുക്രൈൻ പരാജയപ്പെടുന്നതായിട്ടല്ല അവർ കാണുന്നത്. നാറ്റോ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെടുന്നു, അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. കാരണം അത് അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുക പ്രയാസകരമായിരിക്കുമെന്ന് അവർക്കും നന്നായി അറിയാം. ഉം. ഇവിടെയാണ് ഇപ്പോൾ ഇനി, അതായത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇനി ചർച്ചകളൊന്നും കൊണ്ട് വെറുതായിട്ട് മുമ്പോട്ട് പോകില്ല എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ഉം. സെലൻസ്കി ഇപ്പോൾ പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് കാര്യം, പിന്നെ ഇന്ത്യക്ക് മേൽ അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയത് വളരെ നന്നായെന്നാണ്. ഇതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല സെലൻസ്കി അങ്ങനെ പറഞ്ഞതിൽ. കാരണം ഐക്യരാഷ്ട്രസഭയിലടക്കം എല്ലാ വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് ഉക്രൈൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഉക്രൈനിൽ എന്തെങ്കിലും നടക്കുന്നതിനോട് നമുക്ക് യാതൊരു സഹതാപവും നമുക്ക് തോന്നാത്തതിന്റെ കാര്യം അതാ. അതായത് നമ്മളെ അതെ. പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് തന്നെ കുത്തിയിട്ടുള്ള രാജ്യമാണ് ഉക്രൈൻ. അപ്പോ ഉം. അവര് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, അവരും പറയുന്നു ഇന്ത്യയാണ് മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞിരുന്നു, അവരാണ് ഇത് മധ്യസ്ഥത വഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ പുള്ളി പറയുന്നു ട്രംപിന്റെ നിലപാട് വളരെ ശരിയാണ് ഈ താരിഫ് ഉയർത്തുന്നത്. കാരണം ഈ എണ്ണ വാങ്ങൽ നിർത്തിക്കഴിഞ്ഞാൽ ഇത് നിൽക്കുമെന്ന് റഷ്യക്ക് ഇത് നന്നായി അറിയാം. കാരണം എണ്ണ വാങ്ങൽ നിർത്തിക്കഴിഞ്ഞാൽ റഷ്യയും ആപ്പിലായി പോകും. അതുകൊണ്ട് റഷ്യ എന്തായിരിക്കും ഉം. ചെയ്യുന്നത്, മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക, ഉള്ള സമയം കൊണ്ട് നല്ല രീതിയിൽ അടിക്കുക. അത് തന്നെ റഷ്യയുടെ അതെ. മുമ്പിൽ ഒരു വഴിയുള്ളൂ. അടിച്ചോണ്ടേ ഇരിക്കുക. അടിച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവരുടെ എണ്ണ വിറ്റുപോകും. ഇനി ഉം. ഇതൊരു കോംപ്രമൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ എണ്ണ വാങ്ങണമെന്ന് നിർബന്ധമില്ല. കാരണം എണ്ണയുടെ വില കൂടും, എണ്ണ വാങ്ങണമെന്ന് ഉം. നിർബന്ധമില്ല. ഇപ്പൊ അത് പിടിച്ചു നിൽക്കുന്ന ഒരു പിടിവള്ളി ഇതാണ്. അപ്പോൾ ഏതെങ്കിലും റഷ്യക്കൊരു മുൻതൂക്കം കിട്ടുന്ന രീതിയിലേക്ക് ഒരു കോംപ്രമൈസ് വന്നാൽ ഒരു പക്ഷെ കുറഞ്ഞ പക്ഷം എങ്കിലും ഈ അകൽച്ച അങ്ങനെ തന്നെ നിൽക്കും. അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വലിയ ഉം. സ്നേഹത്തിലേക്ക് ഉം. പോയില്ല, ഈ അകൽച്ചയായിട്ട് നിൽക്കും. കാരണം റഷ്യ ആണല്ലോ ഇതിനകത്ത് നേട്ടം കൊയ്തത് എന്നൊരു ചിന്ത വരികയും ഇതിന്റെ കച്ചവടം നടന്നു പോവുകയും ചെയ്യും. ആ ഒരു ലെവലിലേക്കാണ് റഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും റഷ്യയുടെ ഈ സമീപ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു 48 മണിക്കൂറായിട്ടുള്ള അടി വെച്ച് നോക്കുമ്പോൾ ഇത് ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. സെലൻസ്കിയുടെ ഒരു ഡയലോഗും കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് പുള്ളിക്ക് തീർക്കാൻ വലിയ താല്പര്യങ്ങളൊന്നും തന്നെയില്ല. ഇതിനിടയിലേക്കാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഈ 10,000 സൈനികരുമായിട്ട് ഈ UK-യും അതുപോലെ തന്നെ ഫ്രാൻസും എത്തുന്നത്. അതായത് ഇത് ഇവർക്ക് ആർക്കും തീർക്കാൻ താല്പര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഇവരുടെ വിഷമം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ ഒരു ചന്ദനത്തിലൂടെ പരസ്യങ്ങൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞതൊക്കെ ഈ യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് ഓരോ താല്പര്യമുണ്ട്. UK-യും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ വീണ് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെ ഒരു മേൽക്കൈ റഷ്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത റഷ്യയുടെ ഏറെ തങ്ങളാണെന്ന് അവർ കരുതുന്നു. അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയും കൂടുതലാണ്. കാരണം UK-യും ഒക്കെ ആയിട്ട് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ റഷ്യക്കുണ്ട്. കയ്യാങ്ങളുടെ വക്ക് വരെ എത്തിയിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് അവർ കരുതുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് ഉക്രൈനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേ പറ്റൂ. കാരണം റഷ്യയെ കടന്നു കയറാൻ അനുവദിക്കാതിരിക്കുക. അപ്പോഴെന്താണ് വേണ്ടത്, സെലൻസ്കിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെലൻസ്കി അംഗീകരിക്കുമായിരിക്കും. ശരി, നിങ്ങളുടെ സംരക്ഷണമുണ്ട്, ഇനി ഞാൻ ട്രീറ്റിക്ക് തയ്യാറാണ് എന്ന് പറയുക. പിന്നീട് രണ്ടാമത് സ്ഥലത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുക, ഏത് വിട്ടുകൊടുക്കണം ഏത് വിട്ടുകൊടുക്കണം. അപ്പൊ കുറെ നാളിങ്ങനെ തള്ളിപ്പോവും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ ഈ നാറ്റോ രാജ്യങ്ങൾ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരിവിടെ കാലുകുത്തിക്കഴിഞ്ഞാൽ പുടിൻ ഇതൊന്നും ചിന്തിക്കത്തില്ല. പുടിൻ അതൊരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് തിരിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ എവിടെയും സമാധാനത്തിന്റെ ഒരു വാക്കാരും ഇപ്പൊ പറയുന്നില്ല. ഇത് തന്നെ ആകെ പറഞ്ഞത് ഈ ചൈന സന്ദർശന വേളയിൽ ശ്രീ നരേന്ദ്രമോദിയും സെലൻസ്കിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്റെ പിന്തുണയുണ്ട് സമാധാനത്തിൽ നിന്ന്, മാത്രം ഒരു സമാധാനം എന്നൊരു വാക്ക് ഞാൻ അവിടെ മാത്രമേ കേട്ടുള്ളൂ. ട്രംപ് പറയുന്നില്ല, സെലൻസ്കി പറയുന്നില്ല, പുടിൻ പറയുന്നില്ല, ലോകത്ത് ഒരാളും പറയുന്നില്ല. പക്ഷെ പകരം എല്ലാവരും പറയുന്ന ഒരേ കാര്യമേ ഉള്ളൂ, യുദ്ധം ഏത് നിമിഷവും നടക്കും. അത് പല 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 ഇഷ്യൂസാണ്.
ഉം. നമ്മുടെ ഇന്ത്യൻ കരസേനാ മേധാവി തന്നെ പറയുന്നത് 5 വർഷത്തേക്ക് തയ്യാറെടുക്കും യുദ്ധത്തിന്, ജനങ്ങൾ കൂടി അതിനുവേണ്ടി സഹകരിച്ചേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. നാറ്റോ രാജ്യങ്ങളാണെങ്കിൽ തന്നെ അവർക്കും അപകടങ്ങൾ മണത്തു തുടങ്ങുന്നു, അവരും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു, അവരുടെ പ്രതിരോധ ബഡ്ജറ്റൊക്കെ കൂട്ടാൻ അവർ തീരുമാനമെടുക്കുന്നു. അപ്പൊ എല്ലായിടവും യുദ്ധത്തിന്റെ വാർത്തകളും വാക്കുകളുമാണ് കേൾക്കുന്നത്. എങ്ങും ഉം. സമാധാനമില്ല. ട്രംപിന് പഴയ ആവേശമൊന്നുമില്ല. ട്രംപ് പറയുന്നത് ഇനിയിപ്പോ ചൈനയ്ക്കും ഇന്ത്യക്കും എതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ വലിയ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ടോ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിക്കൽ നിർത്തുക, അങ്ങനെ റഷ്യയെ പട്ടിണിക്കിട്ട് കൊല്ലുക, അപ്പോൾ റഷ്യ ഉം. സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരും എന്നാണ് കാണുന്നത്. പക്ഷെ റഷ്യയാണ്, പുടിൻ എന്ന സാധാരണഗതിയിലുള്ള ഒരു ഭരണാധികാരി അല്ല, ഒരു ഏകാധിപതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, സ്വച്ഛാധിപതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഈ ട്രംപിന്റെ ഒക്കെ തിട്ടൂരം കേൾക്കുമോ? ഒരുപക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെയും നമുക്ക് പറയാം, കാരണം ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ, അവിടെ അതൊന്നും ഉം. വിലപ്പോകുന്ന സാധനം അല്ലത്. പുട്ടിനാണ് തീരുമാനിക്കുന്നത്. പുട്ടിന് ഇപ്പൊ പറ്റിയ ഒരുപാട് കൂട്ടുകാരൻ കിട്ടിയിട്ടുണ്ട്. കിങ് ജോണിനെ പോലെയുള്ളവർ, ഷീ ജിൻപിങ്ങിനെ പോലുള്ളവർ, മോദിയെ പോലുള്ളവരുണ്ട്. അതായത് എന്താണ് പറഞ്ഞ, കൊല്ലാൻ പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. അങ്ങനെയുള്ള ടീമുകൾ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് ആകാൻ സാധ്യതകൾ ഒട്ടും ഇല്ല. ഇതെങ്ങനെ ആയിത്തീരുമെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ. ഏതായാലും ഇപ്പൊ യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ട്രംപ് ഒന്നും ഇപ്പൊ ഈ 7 അയലത്തോലും ഇപ്പൊ കാണുന്നില്ല. ഇത് കൂടുതൽ കുളവാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക അവസ്ഥ തകിടം മറിച്ച് കളയും. ട്രംപായിട്ട് തന്നെ, അതായത് എന്താണ് പറയുന്നത്, ഈ എല്ലാ രാജ്യങ്ങളും സമാധാനം സ്ഥാപിച്ച് നോബൽ പ്രൈസ് വാങ്ങിക്കാൻ പോയി ഈ മനുഷ്യൻ ഒറ്റ ഒരാൾ കാരണം ഇപ്പോൾ ലോകത്തെല്ലായിടത്തും യുദ്ധമായി മാറിയിരിക്കുന്നു. പക്ഷേ ഒരു വല്ലാത്ത ലങ്കാദഹനത്തേക്കാൾ കഷ്ടമായിട്ട് ഈ ലോകത്തെ ഉം. നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത രീതിയിലേക്കാണ് അത് പോകുന്നത്. കാരണം മുമ്പൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർക്കും ഈ നിലപാടൊക്കെ തന്നെയായിരുന്നു, അവർ വലുത് അല്ല അവർക്ക് വേണം എന്നൊക്കെ തന്നെ ആയിരുന്നു. നിലപാടിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ ബുദ്ധിപൂർവമായിട്ട് അവർ നീങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് പിടിവിട്ട കളിയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഈ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവം, ഇപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷനായി നിൽക്കുകയല്ലേ. റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി ഏത് വഴിയിലോട്ട് ഉം. നീങ്ങുന്നത്? ഏതായാലും സമാധാനം ഉടനെ ഇല്ല എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. കാരണം പുടിൻ അവസാനം വെച്ചിരിക്കുന്ന നിർദ്ദേശം സെലൻസ്കി ഇനി റഷ്യയിലേക്ക് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം. അതെന്തായാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമോ അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പാശ്ചാത്യ ശക്തികളോടെ കയറി ഞങ്ങൾ അടിക്കും, അതും സംഭവിക്കാവുന്നതാണ്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണുക. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ.